ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ആരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ആരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്? ഓക്കെ, അതായത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ആത്മബന്ധം തോന്നിയ ഒരു വ്യക്തി, മനസ്സിന് സന്തോഷം, സമാധാനം, ഈ വ്യക്തി ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു അമൂല്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നേടിവെച്ചിരിക്കുന്നു, മറ്റാർക്കും കിട്ടാത്ത എന്തോ ഒരു സാധനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ പ്രസൻസ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഈ വ്യക്തിയുടെ ഒരു പ്രസൻസ് കിട്ടിയാൽ തന്നെ നിങ്ങളെ ഹാപ്പിയാണ്. അതായത് ഈ വ്യക്തിയുടെ ഒരു കോൾ മെസ്സേജ് അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ നല്ലൊരു രീതിയിലുള്ള സംസാരമൊക്കെ നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ ഹാപ്പിനെസ് തരുന്നു. ഈ വ്യക്തി കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയുന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തി. പക്ഷെ ഈ വ്യക്തിയുടെ അടുത്തോട്ട് പൂർണ്ണമായി ലയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വ്യക്തി അവനവന്റെ തനി ഗുണവധികാരങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്. കാരണം നിങ്ങളുടെ ഈ വ്യക്തിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ഘോരഘോരമായിട്ട് പ്രസംഗിക്കും. കിട്ടിയ കാര്യങ്ങളുടെ നന്മ കാണത്തില്ല. എനിക്ക് അത് ഇവര് ചെയ്തു തന്നല്ലോ, അത് അങ്ങനെയൊക്കെ എനിക്ക് തന്നല്ലോ, ഇങ്ങനെയൊക്കെ എൻ്റെ കൂടെ നിന്നല്ലോ, എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു, എനിക്ക് വേണ്ടി എന്തെല്ലാം പോരാടുന്നു, എത്ര വഴക്കുണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാകുന്നു, എത്ര കണ്ണുനീരിടുന്നു, എത്ര വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാതെ കിട്ടാത്തതിന്റെ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ അകത്ത് ഘോരഘോരമായി പ്രസംഗിക്കുകയും വഴക്കടിച്ച് നിന്നുകൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരാള്. അത് കണ്ട് ഈ ആളുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ട്, വിഷമം, ജീവിതത്തിൽ സ്റ്റക്നെസ്, അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ബാലൻസ് ഇല്ലായ്മ, നഷ്ടപ്പെടല്, ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലായിരിക്കാം, മെന്റലി ആയിരിക്കാം. കൂടുതൽ ഇത് മെന്റലി ആണ്. മൊത്തത്തിലുള്ള ഒരു ബാലൻസ് ഇല്ലായ്മ, നഷ്ടപ്പെടല്, ബുദ്ധിമുട്ട്, തർക്കങ്ങള്, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞുള്ള ഒരു ജീവിതത്തിന്റെ ഒരു മെല്ലെ പോക്ക്, അതായത് ഒരു പല കാര്യങ്ങളും ഒരു വഴിമുട്ടൽ പോലെയുള്ള ഒരവസ്ഥ, തടസ്സങ്ങൾ തോന്നുന്ന ഒരവസ്ഥ. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്കൊരു എല്ലാത്തിനും കൂടെ ഉണ്ടാകും, ഒരു ലൈഫ് ടൈം ആണ് എന്നുള്ള രീതിയിൽ തോന്നിപ്പിച്ചിട്ട് ഇതുവരെ നിങ്ങൾക്ക് തോന്നിയ ആത്മബന്ധം തോന്നിയ ആള് തന്നെ നല്ല രീതിക്ക് ഈ ലോകത്ത് ആരും നിങ്ങളെ ഇത്രയും വിഷമിപ്പിച്ചിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് ഒരു ലോസ്റ്റ് ഫീലിംഗ് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെയുള്ള ഒരു കാര്യം സമ്മാനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അടുത്തോട്ട് കടന്നു വരാൻ പോകുന്നത്. എന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചില ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടാകാം.
ഇപ്പോ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാകാം. കാരണം ഒരു ടയേർഡ് ഒരു ടയേർഡായിട്ടുള്ള മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള ഒരു ടയേർഡ് നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ ഇപ്പോൾ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഉറക്കമില്ലായ്മ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടോ അതായത് ഉറക്കമില്ലായ്മ എന്ന് പറയുമ്പോൾ ഈ നേരത്തുള്ള ഉറക്കം അതൊരു ഉറക്കമല്ല. നമ്മൾക്ക് ഓരോന്നിനും ഓരോ സമയവും കാലങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കുകയും അതായത് ലോകം എഴുന്നേറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്തിൽ ഉറങ്ങുകയും ചെയ്യുന്നത് അതൊരു ഇതല്ലല്ലോ. അപ്പൊ അങ്ങനെ ഉറക്കക്ഷീണമുള്ളവർ ഒന്നല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തിയായിരിക്കാം. കാരണം മാനസികമായിട്ട് നിങ്ങളുടെ ഈ വ്യക്തിക്ക് ഒരു കാര്യങ്ങള് ഇവിടെ കാണിക്കുന്നുണ്ട്. രണ്ട് എനർജിയും കിട്ടുന്നുണ്ട്, രണ്ട് ആളുകൾക്കും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു ചക്രവർത്തിനി അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കുന്ന എൻ്റെ ആ ചക്രവർത്തി പദത്തിനൊരു കോട്ടം തട്ടരുത്, എൻ്റെ ആ സിംഹാസനത്തിനൊരു കോട്ടം തട്ടരുത് എന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇപ്പൊ എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞ് നിങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് നിങ്ങളോട് ചോദിക്കില്ല, അത് അറിഞ്ഞ് ചെയ്തു കൊടുക്കുക. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ഗതികേട് വരാറുണ്ട്. അറിഞ്ഞ് ചെയ്യില്ല. ഇപ്പൊ അത് എന്തെങ്കിലും വിളിക്കുന്ന ഒരു പരിപാടി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, സമയമായിരിക്കാം, എന്ത് പരിപാടി, സ്നേഹമായിരിക്കാം, എന്താണെന്നുണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. പക്ഷെ നിങ്ങൾ ഈ അറിഞ്ഞ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ എനിക്കും അങ്ങനെയൊക്കെ ചെയ്ത് തരുമായിരിക്കും എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ തീർന്നു. കാരണം നിങ്ങൾ ചില സമയത്ത് ബെഗ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അയ്യോ ഇതെന്താ, ഞാനെല്ലാം സ്നേഹിച്ചു, ഞാനെല്ലാം പ്രവർത്തിച്ചു, ഞാനെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും എനിക്ക് എന്താ ഇങ്ങനെ, എന്നെ എന്താ ഇങ്ങനെ ഇവർ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ചില പരിപാടികൾ നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നെ ഒറ്റക്ക് ചെയ്തോ എന്നുള്ള രീതിയിൽ നിന്ന് പോയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒറ്റക്ക് ചെയ്തോ, ഞാനൊന്നും ചെയ്യില്ല, അങ്ങനെയുള്ള രീതിയിൽ നിർത്തിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ശരിയാവൂല, നിങ്ങൾ പറയുന്നതൊന്നും നടക്കുന്ന കേസല്ല, നിങ്ങൾ പറയുന്നതൊക്കെ വേറെ വേറെ ആനക്കാര്യങ്ങളാണ്, ഞാൻ പറയുന്നതൊക്കെയാണ് ശരി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഈ ആള് ഇരുന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ നിൽക്കുന്നത്. ഓക്കെ. അതായത് ഈ സ്വഭാവം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈഗോ കാണിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുള്ളൂ അങ്ങനെയൊക്കെയുള്ള ചില കടുംപിടുത്തങ്ങൾ, അല്ലെങ്കിൽ ഇത്തിരി ദേഷ്യ കൂടുതലുകൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിന് ചെറിയ ചേഞ്ചസ് വന്നിട്ടില്ല കേട്ടോ. സ്വഭാവം ആ ഒരു രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ചില ആളുകൾക്ക് മാറ്റാൻ പറ്റാത്ത ചില സ്വഭാവങ്ങളും വാശി പിടിക്കലും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോഴും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മനോഭാവം, നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ,
നിങ്ങളുടേതായിട്ടുള്ള പരിപാടികൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും പരിപാടികൾ, നിങ്ങളുടെ ആക്ച്വൽ പരിപാടികൾ എന്താണ്? നിങ്ങളുടെ ഇന്നർ തോട്ട് എന്താണ്? നിങ്ങളുടേതായിട്ടുള്ള ഇപ്പൊ മെന്റലി നിങ്ങളിപ്പോ ആരോടെങ്കിലും അറ്റാച്ച്മെന്റ് തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ എന്നെ എടുക്കുവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കുവോ? അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുവാണോ? പുതിയൊരു ബന്ധം നിങ്ങൾ തുടങ്ങുവോ? ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഈ വ്യക്തിക്ക് എവിടെയും താഴാൻ പറ്റത്തില്ല. ഈ വ്യക്തി വരുവാണെങ്കിൽ വിജയമായിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അടിയുറച്ച മനസ്സങ്ങനെ അടിയുറച്ചൊരു വ്യക്തിയാണ്. നാണം കെടുക, ഇൻസൾട്ടഡ് ആകുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇഗ്നോർ ആയിട്ടുള്ള പരിപാടി, അവോയ്ഡ്, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ വ്യക്തി മറ്റുള്ളവരുടെ അടുത്തോട്ട് ഇഗ്നോറൻസ്, അവോയ്ഡ്, അങ്ങനെയുള്ള പരിപാടികൾ, ഇൻസൾട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻസൾട്ട് ആവുന്ന രീതിയിലുള്ള വാക്കുകൾ, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷെ ഈ വ്യക്തിക്ക് അത് നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തി സഹിക്കാൻ പറ്റാത്തതിനപ്പുറം, അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ചിന്തിക്കാവുന്നതിനും അപ്പുറമാണെന്നുള്ള രീതിയിൽ ഈ വ്യക്തി അതൊന്നും ഏറ്റെടുക്കില്ല. കാരണം ഈ വ്യക്തിയുടെ ഐഡന്റിറ്റിക്ക് കോട്ടം വരുത്തുന്ന രീതിയിലുള്ള സംസാരമോ മോശം ആയിട്ടുള്ള പരിപാടികളോ കളിയാക്കലോ കൊഞ്ഞനം കുത്തി ഞഞ്ഞഞ്ഞാന്ന് പറഞ്ഞു വിടലോ ഒന്നും ഈ വ്യക്തി ഏറ്റെടുക്കത്തില്ല. ഈ വ്യക്തി വന്നു കഴിഞ്ഞാൽ എനിക്ക് വിജയം വേണം, ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ നടത്തിത്തരണം. ഞാൻ പഴയതായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, അത് എൻ്റെ അന്നത്തെ സിറ്റുവേഷൻ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വ്യക്തിയാണ് കേട്ടോ പറയുന്നത്, ഞാനല്ല. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. പക്ഷെ നിങ്ങൾ ഇപ്പൊ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും കമ്മിറ്റ്മെന്റിലോട്ട് കടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്നെപ്പറ്റി എന്തെങ്കിലും മോശം കാര്യങ്ങൾ, ഞാൻ ചെയ്ത എന്തെങ്കിലും മോശം പ്രവർത്തികൾ, കാര്യങ്ങളൊക്കെ വേറെ വല്ലവരോടും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഐഡന്റിറ്റിക്ക് മോശം വരുത്തിയിട്ടുണ്ടോ? ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുമോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കമ്മിറ്റ്മെന്റിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധത്തിനോ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്നോട് പറയുമോ? അവരുടെ ഇതൊന്നും അങ്ങനെ എനിക്ക് കേട്ടോണ്ടിരിക്കാനായിട്ട് സഹിക്കാൻ പറ്റില്ല, എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചെയ്യുന്നതൊന്നും പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല, പക്ഷെ ഇവർ ചെയ്യുന്നതെല്ലാം നിങ്ങൾ സഹിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വിരുദ്ധൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആള്, ഒരു സ്ത്രീ. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് മൂവ് ഓൺ ആയി നിൽക്കാം, മിണ്ടാതിരിക്കാം, സംസാരിക്കാതിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് മൂവ് ഓൺ ആവുകയോ മിണ്ടാതിരിക്കുകയോ, അല്ലെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ദേഷ്യത്തിനോ ബുദ്ധിമുട്ടൊക്കെ എന്തെങ്കിലും രീതിയിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സംശയരോഗിയോ അഹങ്കാരിയോ വളരെയധികം ദേഷ്യമുള്ള വ്യക്തിയായിട്ട് നിങ്ങളെ പ്രകീർത്തിക്കും. പക്ഷെ ഇവർ ചെയ്യുന്നതൊക്കെ ഇവരുടെ സാഹചര്യമാണെന്ന് നിങ്ങളോട് ഘോരഘോരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, മാനസികമായിട്ട് മാറി നിൽക്കുന്ന, പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന, ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ അടുത്തോട്ട് കടന്നു വരുന്നത്. അത് നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. അത് നിങ്ങളുടെ താല്പര്യമാണ്. ആള് നല്ല രീതിക്കാണ് വരികയാണെന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടി ഇല്ല, നിങ്ങളായിട്ട് നല്ലൊരു ജീവിതത്തിനാണ്, നിങ്ങളായിട്ട് നല്ലൊരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്സർവേഷൻ ചെയ്യുക. നിങ്ങൾ നോക്കുക, ആളുടെ പ്രവർത്തികൾ കാര്യങ്ങളൊക്കെ നോക്കുക. പറഞ്ഞു തീർക്കാനുള്ള വിഷയങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കുക, എന്നിട്ടൊരു നല്ലൊരു ലൈഫിലോട്ട് പോവുക. ഇല്ല ഇനി പണ്ടത്തെ ചങ്കരം പിന്നെയും തെങ്ങുമില്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളത് നല്ലതാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.